പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ 3 സീറ്റ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എത്രത്തോളം ഉയർത്താൻ സാധിക്കും? ഒരു പ്രധാന പ്രതിപക്ഷമായി വരിക എന്നുള്ളതാണ് BJPയുടെ ഒരു ടാർഗറ്റ് എന്നാണ് തോന്നുന്നത്. ബംഗാളിലെ 3-30. അതെ 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 3 ശരിക്കും ഒരു ഭാഗ്യ നമ്പറാണെന്നാ പറയുന്നത്. 3-ൽ നിന്നൊരു ഉയർച്ച പല സംസ്ഥാനങ്ങളും BJPക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് കേരളത്തിൽ സാധ്യമാകണമെങ്കിൽ നിലവിലെ ഒരു ടാക്ടിക്സ് വെച്ച് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. കാരണം ഇത്തവണ തന്നെ 3 സീറ്റ് ജയിച്ചെങ്കിൽ പോലും പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളൊരു വസ്തുത. കാരണം ഇതല്ല BJP നിന്ന് പ്രതീക്ഷിച്ചിരുന്നത്. ഓക്കെ, പറയും UDF അനുകൂല തരംഗം ഉണ്ടായി, പിണറായി വിരുദ്ധ വികാരം ആഞ്ഞടിച്ചു. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും BJP ഏറ്റവും ചുരുങ്ങിയത് ഒരു 8 സീറ്റെങ്കിലും ഇത്തവണ നേടേണ്ടതായിരുന്നു. അതനുസരിച്ചുള്ള ഒരു പ്രവർത്തനം പാർട്ടി ആദ്യമേ നടത്തിയിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ പിന്നാക്ക വോട്ടുകളൊക്കെ BJPയിലേക്ക് വലിയ തോതിൽ എത്തിയിരുന്നു, പ്രത്യേകിച്ച് ആലപ്പുഴ, പിന്നെ ആറ്റിങ്ങൽ, ഇങ്ങനെയുള്ള മണ്ഡലങ്ങളിലൊക്കെ. അപ്പൊ അത് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? ഈവൻ കൊല്ലത്ത് പോലും പല സ്ഥലങ്ങളിലും, ഇപ്പൊ കൊല്ലം കോർപ്പറേഷനിലൊക്കെ ഉണ്ടായ ഒരു മുന്നേറ്റമൊക്കെ നമുക്കറിയാം അതിനുശേഷം. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പക്ഷേ ആ രീതിയിൽ BJP ഫോക്കസ് ചെയ്യാതെ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിലേക്ക് പോയി. ഓക്കെ, ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഒരു ലക്ഷ്യം വെച്ച് പോയത്, അതിനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ അത് ഫെയിലായി എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം തിരുവല്ല ഒറ്റയ്ക്ക് നിന്ന സമയത്ത് കിട്ടിയ വോട്ട് കിട്ടിയിട്ടില്ല. പല മണ്ഡലങ്ങളും ഇത് വലിയ ബഹളം ഉണ്ടാവും പറഞ്ഞു. BJPക്ക് 32,000 വോട്ടൊക്കെ നേരത്തെ ഒരു 5-4-5. തിരുവല്ല മാത്രമുള്ള ഒരു എക്സെപ്ഷൻ. തിരുവല്ലയാണെങ്കിൽ അക്കീരമൺ 2016 ഏതാണ്ട് 31,000 വോട്ട് എന്തോ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തവണ 42,000 കൂടുതൽ വോട്ട് ലഭിച്ചു. അനൂപ് ആന്റണിയുടെ എഫേർട്ട് ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്നുള്ള രീതി നോക്കുകയാണെങ്കിൽ അത് വലിയൊരു ഫെയിലർ തന്നെയാണ്, അതൊരു വസ്തുതയാണ്. ക്രിസ്ത്യൻ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ UDFന്റെ വലിയ മുന്നേറ്റമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം കോർ കമ്മിറ്റിയിലൊക്കെ അതനുസരിച്ചുള്ള ചർച്ചകളൊക്കെ നടന്നെന്നാണ് പറയുന്നത്. കാരണം BJP തിരികെ പോകേണ്ടത്, അതായത് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് അല്ല നിലവിൽ വേണ്ടത്. BJPക്ക് മുന്നോട്ട് വരണമെങ്കിൽ ഒരു OBC ഔട്ട്റീച്ച്, ഹിന്ദു OBC ഔട്ട്റീച്ച്, പ്രത്യേകിച്ച് ഇടവർ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. കാരണം അതിനുള്ള ഒരു സാഹചര്യം, രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പൊ നിലവിലുള്ളത്.